എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഹാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പം ഏതാ സ്ഥലമൊന്നും കൂടി അറിയാതെ ഒരു വിജനമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന്. അവൾ നല്ലതുപോലെ പേടിച്ചും പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് വേഗം തന്നെ അവൻ്റെ ആ നാട്ടിലായിട്ട് എത്തും. നാട്ടിലെത്തിയിട്ട് അവനാണെങ്കിൽ ആദ്യമേ തന്നെ അന്വേഷിക്കുന്ന നമ്മുടെ ഹാങ്ങിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലും എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കും. എന്നാൽ നമ്മുടെ ഹാങ്ങിൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ വണ്ടിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പം നമ്മുടെ യോനു വന്നിട്ട് ചോദിക്കും, അല്ല ഹാങ് എവിടെ പോയി, അവളെവിടെ എങ്ങും കാണാനില്ലല്ലോ. അപ്പോൾ ആ ഡ്രൈവർ പറയും, ഹാങ്ങാണ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ചേട്ടൻ്റെ മോനെ ഈ ഗ്രാമം മൊത്തം ഒന്ന് ചുറ്റിച്ചിട്ട് കൊണ്ടുപോവാ എന്ന്. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് പോയേക്കുമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഹാങ്ങിനെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ പൊടി പോലും ഇല്ല. അവരെവിടെ പോയെന്ന് ഇവിടെയുള്ള ആൾക്കാർക്കും അറിയത്തില്ല എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിൻ്റെ അവസ്ഥ ഇപ്പോൾ അവന് മാത്രമല്ലേ അറിയത്തുള്ളൂ. അവനാണെങ്കിൽ അവിടെ എല്ലാം നമ്മുടെ ഹാങ്ങിനെ അന്വേഷിച്ച് നടക്കും. കൂട്ടത്തിൽ തന്നെ അവനൊരു സൈക്കിൾ എടുത്തിട്ടേ ആ സൈക്കിൾ ഓടിച്ചാണ് നമ്മുടെ ഹാങ്ങിനെ തിരക്കി പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനും യാതൊരു ഐഡിയയും ഇല്ല അവളിപ്പോൾ എവിടെ പോയേക്കുക എന്ന്. നമ്മുടെ ഹാങ് തൊട്ട് മുമ്പേ ഒരു വയലിൻ്റെ നടുക്കായിട്ട് നിന്നില്ലായിരുന്നു. യൂനു ഇപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് എത്തും. എന്നാൽ അവിടെയോ അവളെ കാണത്തില്ല. അവന് തന്നെ മനസ്സിലാവത്തില്ല ഇവളിപ്പോൾ എവിടെ പോയേക്കുക എന്ന്. അങ്ങനെ അവസാനം സന്ധ്യ നേരമാവും. ചുറ്റിനും ഉള്ളതൊക്കെ കാണാനിപ്പം നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളുടെ യൂനു ആണെങ്കിൽ തേടി വരുന്നതും അവസാനം നമ്മുടെ ഹാങ്ങിനെ കണ്ടുപിടിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്നറിയാവോ, ഈ ഗ്രാമത്തിന് തന്നെ ഏറ്റവും അറ്റത്തെ ഒരു കോണിലായിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളെ കാണുന്നേ നമ്മുടെ യൂനു ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് വേഗം തന്നെ അവൻ്റെ സൈക്കിളും അവിടെ ഇട്ടിട്ട് ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ എവിടെ പോയേക്കുമായിരുന്നോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ എന്ത് പറയണോ എന്നറിയത്തില്ല. അവളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ യൂനുവിൻ്റെ മുമ്പിലായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങും. അതായത് എനിക്കൊരു കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് വന്നതാ. നീ എന്നെ അനാവശ്യമായിട്ട് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ട്രീറ്റ് ചെയ്യുന്നതൊന്ന് നിർത്തണം, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ ആവും. അവനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ ഇത്രയും ദൂരം നടന്നു വന്നു ഞാൻ വിശ്വസിക്കണോ? നീ വാക്കിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഉടനെ തന്നെ നമ്മളുടെ ഹാങ് പറയും, അതെ ഞാൻ വാക്കിന് വേണ്ടിയിട്ട് വന്നതാണ്, നിനക്ക് പറ്റുമെങ്കിൽ അത് വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇവൾ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് അങ്ങ് ഒരുമാതിരിയാവും. അവനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞ് നടക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര വിഷമമുണ്ട്. അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, യൂനുവിൻ്റെ അടുത്ത് ഇപ്പോൾ സത്യം തുറന്ന് പറയണോ വേണ്ടയോ എന്ന്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ലൈറ്റൊക്കെ ഓൺ ആവും. സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല ഇരുട്ടല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. വേഗം തന്നെ അവിടുത്തെ ലൈറ്റ് ഓൺ ആവുന്നതും നമ്മളുടെ ഹാങ് നോക്കുമ്പോൾ എന്തുവാ, യൂനുവിൻ്റെ കഴുത്തിൽ നിന്നൊക്കെ വിയർപ്പ് ഇങ്ങനെ ഒലിക്കുവാണ്. അതായത് അവനാണെങ്കിൽ ഇവളെ തേടി ഒരുപാട് ഓടിയ എന്നർത്ഥം. ഇവൻ്റെ ഷർട്ടും ഒക്കെ നനഞ്ഞിരിപ്പുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ ഹാങ് വിചാരിക്കും, എന്നാലും ഇവൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ എന്ന്. വേഗം തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവിടെ വിളിച്ചു കൂവി പറയും, അതായത് ഞാനാണെങ്കിൽ കുറച്ച് മുന്നേ നിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഒന്നും അറിയത്തില്ല. പിന്നീട് കണ്ണു തുറന്നപ്പോൾ ഞാനൊരു വയലിൻ്റെ നടുക്ക് നിൽക്കുവാണ്, എൻ്റെ കൈയും കാലും എല്ലാം പോയിരിക്കുക എന്നവൾ പറയുന്നതും നമ്മുടെ യൂനുവിനാണെങ്കിൽ ഇത് കേൾക്കുന്നതിന് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമാണല്ലോ. ഹാങ് ആണെങ്കിൽ അവിടെ പറയും അവൾക്ക് നല്ലതുപോലെ പേടിയാവുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിലേ ഒരു വലിയ സ്കൂളിലായിട്ട് പഠിക്കുമായിരുന്നു. അതേ സ്കൂളിലായിട്ട് തന്നെ നമ്മളുടെ യൂനു ഉണ്ടല്ലോ അവനും വരും. അവനെ അവൻ്റെ അച്ഛനാണ് ഡ്രോപ്പ് ആക്കാൻ വന്നേക്കുന്നത്. അങ്ങനെ നമ്മളുടെ യൂനു ആണെങ്കിൽ ആ കോളേജിലോട്ട് എൻ്റർ ആവും. അപ്പം തന്നെ നമുക്ക് നമ്മുടെ ഹാങ്ങിനെയും കാണിക്കും. അവിടെയാണെങ്കിൽ ക്ലാസ് ടീച്ചർ അനൗൺസ് ചെയ്യും, അതായത് ഹാങ്ങിനി മുതൽ ഈ സ്കൂളിൽ പഠിക്കുമല്ല, അവൾ US പോവുക എന്ന്. എല്ലാവരും അവളോട് യാത്രയൊക്കെ പറയണം എന്നൊക്കെ നമ്മളുടെ ടീച്ചർ ഇങ്ങനെ പറയും. എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ആർക്കും തന്നെ നമ്മുടെ ഹാങ്ങിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവരെല്ലാവരും ഇവളുടെ പുറകിനെ എന്നിട്ട് ഇവളെ കുറ്റം പറയാനായിട്ട് തുടങ്ങും. അതായത് ഇവൾക്ക് പ്രാന്താണ്, ഇവളുടെ ചേട്ടൻ മരിച്ചതിന് ശേഷം ഇവൾ ഭയങ്കര വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഇവളിപ്പോൾ US കൊണ്ടുപോകുന്നത് തന്നെ അവളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ വലിയ മൈൻഡൊന്നും ആകത്തില്ല. അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവൾ സ്കൂളിൻ്റെ പുറത്തായിട്ട് വന്നിട്ടേ ആ സ്കൂളിൽ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹാങ്ങിൻ്റെ കയ്യിലായിട്ട് ഒരു ഇയർഫോണും അതേപോലെ തന്നെ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു മെഷീനും ഉണ്ട്. സത്യം പറഞ്ഞാൽ
പറഞ്ഞാൽ ഇതേ സെയിം സാധനം തന്നെ നമ്മുടെ യൂനുവിൻ്റെ കയ്യിലും ഇരിക്കുന്നത്. ഇവളാണെങ്കിൽ ആ സ്കൂളിൽ അങ്ങോട്ട് നോക്കിയിട്ട് തിരിഞ്ഞങ്ങോട്ട് നടക്കുന്നേ പെട്ടെന്ന് തന്നെ കാല് തട്ടി തറയിലായിട്ട് അങ്ങ് വീഴും. അവളുടെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടോട്ട് നമ്മുടെ യൂനു കയറി വരുന്നത്. ഇവനാണെങ്കിൽ കണ്ട ഉടനെ തന്നെ ഇവളുടെ അടുത്തായിട്ട് വന്നിട്ട് ഇവക്ക് നേരെ കൈ നീട്ടും. എന്നിട്ട് പറയും നീ എഴുന്നേക്കുക എന്ന്. പെട്ടെന്ന് തന്നെ ഇവളാണെങ്കിൽ അവനെ ഇങ്ങനെ ഒന്ന് നോക്കും. എന്നിട്ട് അവൾ തല കുനിച്ചങ്ങിയിരിക്കും. നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയും. ഇത് കാണുന്നത് നമ്മുടെ യൂനു ചോദിക്കും നീ എന്തിനാ കരയുന്നത്, സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈയിരുന്നൊരു ബാൻഡേജ് എടുത്ത് അവളുടെ കാലിൻ്റെ മുറിവിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് പറയും വീട്ടിൽ ചെന്നിട്ട് ക്ലീൻ ആക്കിയാൽ മതിയേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഹാങ് ഉണ്ടല്ലോ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവും. അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആ കാറിൽ കയറിയങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനു നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ഹാങ്ങിൻ്റെ കയ്യിലിരുന്ന ആ ഹെഡ്സെറ്റും അതേപോലെ തന്നെ ഓഡിയോ പ്ലെയർ ഇല്ലേ അത് രണ്ടും അവിടെ താഴെ വീണ് കിടക്കുമായിരുന്നു. വേഗം തന്നെ നമ്മുടെ യൂനു ഒതങ്ങെടുക്കും. അവനത് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് അവിടെ നിന്നങ്ങ് പോയായിരുന്നു. അങ്ങനെയാണ് ഈ ഹെഡ്സെറ്റും സംഭവവും നമ്മുടെ യൂനുവിൻ്റെ കയ്യിലായിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ ഹാങ് എടുത്ത് വെച്ച് ചെവിയിൽ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ടേ സൈക്കിളിലായിട്ട് അവരുടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ്. പകുതി വഴിയിലെത്തുന്നതും നല്ലതുപോലെ മഴ പെയ്യാനായിട്ട് തുടങ്ങും. വേഗം തന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു മരത്തിൻ്റെ കീഴിലായിട്ട് കയറി നിൽക്കും. എന്നിട്ട് നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കും. അവൻ ചോദിക്കും അല്ല നീ എന്തിനാ എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറയാണ്ട് എൻ്റെ ഈ സ്ഥലത്തായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഹാങ് പറയും അത് നിൻ്റെ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇലക്ഷന് നിൽക്കുവാണ്, അച്ഛൻ തോറ്റു പോകാനുള്ള ചാൻസസ് ഉണ്ട്. എതിരുള്ള ആളാണെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവരെ കയ്യിലെടുത്തേക്കുന്നതെന്ന്. എനിക്കിത് കേട്ടപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടോട്ട് വന്നത്. ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ അവരെ എല്ലാം കയ്യിലെടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മളുടെ ഹാങ് പറയും. ഇത് കേൾക്കുന്ന യൂനുവിന് ഭയങ്കര ചിരി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതും നാട്ടുകാർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെല്ലാം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ. ഇതൊക്കെ ആലോചിച്ചിട്ട് അവനവിടെ ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കും. ആ സമയത്താണെങ്കിൽ അവിടെയായിട്ട് കുറേ ആൾക്കാർ നമ്മുടെ ഹാങ്ങിൻ്റെ പേര് കടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല നമ്മുടെ യൂനുവിൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെയാണ്. അവർ 4 പേരും നമ്മുടെ ഹാങ്ങിനെ തിരക്കി ഇറങ്ങിയേക്കുക. നല്ല മഴയും പെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ യൂനുവിൻ്റെ വീട്ടുകാർക്ക് അതൊന്നും ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അവരാണെങ്കിൽ അവിടെ കൊടയും പിടിച്ച് നമ്മുടെ ഹാങ്ങിൻ്റെ പേരും വിളിച്ചുകൊണ്ട് നടക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂനുവും നിൽക്കുവാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും യൂനുവും കൂടി അവരുടെ റൂമിലായിട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനും ചേട്ടനും അതേപോലെ തന്നെ ചേച്ചിയില്ലേ ഇവർ 3 പേരൂടെ നമ്മളുടെ ഹാങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവളെപ്പറ്റി നല്ല കെയർ ഉണ്ട് കേട്ടോ അവർക്ക്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേഗം തന്നെ നമ്മുടെ യൂനുവിൻ്റെ അമ്മ വന്നിട്ട് പറയും നിങ്ങളെല്ലാവരും ഒന്ന് അകത്തോട്ട് പോയി ആ കൊച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ അമ്മയാണെങ്കിൽ ഇവരെല്ലാം പിടിച്ചുകൊണ്ടങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂനുവും ഹാങ്ങും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിലിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ പറയും എനിക്കാണെങ്കിൽ എൻ്റെ മുടി ഒന്ന് ഡ്രൈ ചെയ്യണം, ഇവിടെ വല്ല ഡ്രയറും ഉണ്ടോ. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും പിന്നെന്താ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു പണ്ടത്തെ ഡ്രയർ എടുത്ത് നമ്മളുടെ ഹാങ്ങിൻ്റെ കൈ കൊടുക്കും. ഇവളാണെങ്കിൽ അത് ഓണാക്കാൻ നോക്കുമ്പോൾ ഓണാവുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ യൂനു പറയും അതിനെ ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ എന്ന്. അവനങ്ങനെ അത് നമ്മളുടെ ഹാങ്ങിന് പറഞ്ഞു കൊടുക്കും. എന്നാൽ അവൾക്കത് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഉടനെ തന്നെ ഹാങ് പറയും എങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ മുടി ഉണക്കി തരാമെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഡ്രയറിൻ്റെ വയറൊക്കെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ടേ നമ്മളുടെ ഹാങ്ങിൻ്റെ മുടി നല്ലതുപോലെ ഉണക്കി കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനു ഇപ്പോൾ ഇവളെ പറ്റി നല്ലതുപോലെ കെയറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചിയോളിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ടൊരു ടാബ് എടുത്തിട്ട് വേഗം തന്നെ അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരും. എന്നിട്ട് പറയും അമ്മ ഇത് കണ്ടോ അമ്മ, നിങ്ങളുടെ മോളാണെങ്കിൽ എവിടെ പോയി എന്തൊക്കെയാണ് കഴിക്കുന്നേ എന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ നാട്ടിലായിട്ട് വന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും ട്രീറ്റൊക്കെ കൊടുത്തില്ലേ. അവിടെയുള്ള എല്ലാവരും നമ്മളുടെ ഹാങ്ങിനെ ഭയങ്കരമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരെല്ലാവരും നമ്മുടെ ഹാങ്ങിന് ഒരുപാട് ഫുഡൊക്കെ എടുത്തു വെച്ച് കൊടുക്കും. അവളതെല്ലാം കഴിക്കും. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും നീ കണ്ടില്ലേ അവൾക്കതൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല, അവൾ നല്ല അൺകംഫർട്ടബിൾ ആയിട്ടായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക, അവളാണെങ്കിൽ ഇത്രയും ഫുഡും ഒന്നും കഴിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ ഭയങ്കര ജലസായിട്ട് ഫീൽ ചെയ്തിട്ട് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിലേ അവളുടെ അമ്മായി അമ്മയെടുത്ത് ഭയങ്കര ചിരിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ കാണും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഹെയറൊക്കെ ഡ്രൈ ചെയ്തിട്ട് എന്ത് വേണമെന്നറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് പറയും എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ഞാൻ നല്ലതുപോലെ രാവിലെ ഫുഡ് കഴിച്ചു, ഇനി കഴിക്കാൻ
കഴിക്കാനൊന്നുമില്ല, എൻ്റെ വയറിപ്പം തന്നെ ചാടിയതുപോലെ ഇരിക്കുന്നത്, ഞാൻ മിക്കവാറും 1 കിലോ എങ്കിലും വെച്ച് കാണുമെന്ന്. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ വെറീഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ യൂനു ആണെങ്കിൽ പറയും അതൊന്നും കുഴപ്പമില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവൾ നോക്കുമ്പോൾ എന്താ അവളുടെ കൈയാണെങ്കിൽ മുറിഞ്ഞിരിക്കുവാണ്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും ഇന്നത്തെ ദിവസം ഞാൻ എവിടേക്കോ പോയി വീണിട്ടുണ്ട്, എൻ്റെ മുട്ടും കൈയും എല്ലാം മുറിഞ്ഞിരിക്കുക എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ പറയും ഞാൻ നിൻ്റെ കയ്യിലൊക്കെ ബാൻഡേജ് ഒട്ടിച്ച് തരാം എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോഴാണെങ്കിൽ നമ്മളുടെ ഹാങ് പറയും നിനക്കൊരു കാര്യം അറിയാവോ, എൻ്റെ കയ്യിലുള്ള എൻ്റെ ആയുസിൻ്റെ രേഖ വളരെ കുറവാണ്, അതായത് ഞാനുടനെ മരിച്ചു പോകുമെന്ന് തന്നെയായിരിക്കും അല്ലേ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉടനെ തന്നെ നമ്മളുടെ യൂനു ചോദിക്കും നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഹാങ് പറയും എനിക്ക് ഇത്രയും കാലം വിശ്വാസം ഇല്ലായിരുന്നു, എനിക്ക് ഡോക്ടർ പറഞ്ഞത് എന്തുവാ ഞാൻ 3 മാസം കൂടി ജീവിച്ചിരിക്കത്തോളം എന്നല്ലേ. അപ്പോൾ എനിക്ക് അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇതൊക്കെ സത്യമായിരിക്കും എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ആയുസിൻ്റെ രേഖ ഓൾറെഡി ഷോർട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ യൂനു പറയും നിനക്ക് നന്നായിട്ട് അറിയാലോ നിൻ്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുമെന്ന്. 3 മാസം കഴിയുമ്പോൾ നീ എന്തായിരുന്നാലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, ഡോക്ടേഴ്സ് പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ, നിനക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല, നിന്നെ ചികിത്സിക്കാനുള്ള മാർഗമുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് പറയും എത്രയൊക്കെ പറഞ്ഞാലും നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടിട്ട് എനിക്ക് നല്ല സമാധാനമുണ്ട്, എനിക്കാണെങ്കിൽ ജർമ്മനി പോകണമെന്നാ, ജർമ്മനി പോകുമ്പോൾ നീ എൻ്റെ കൂടെ വരുമോ? ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും നീ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ കൂടെ വരുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവളെ സംബന്ധിച്ച് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂനു ഉണ്ടല്ലോ, അത് തന്നെ നമ്മളുടെ ഹാങ്ങിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് ഒരു റൊമാൻറ്റിക് സീൻ തന്നെ ഉണ്ടാവും. അതായത് നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമ്മുടെ ഹാങ്ങും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അവളാണെങ്കിൽ കണ്ണുടച്ചങ്ങ് ഇരുന്ന് കൊടുക്കും. എന്നാൽ പെട്ടെന്ന് നമ്മളുടെ യൂനുവിന് ബോധം വരും. അവൻ ആലോചിക്കും ഞാനിവിടെ എന്തുവായി കാണിക്കുന്നേ എന്ന്. വേഗം തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തോട്ടങ്ങ് ഇറങ്ങും. അവൻ ആ വീടിൻ്റെ പുറത്തായിട്ട് വന്നിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു അങ്ങനെ വിചാരിക്കും എന്നാലും എനിക്കിപ്പോൾ എന്താ സംഭവിച്ചത്, ഞാൻ എന്തിനാ ഇപ്പോൾ അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്, എനിക്ക് ചുറ്റിനും എന്താ നടക്കുന്നതെന്ന് കൂടി എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നതിൻ്റെ പേരിൽ ഹാങ് ഇപ്പോൾ എന്തുമായിരിക്കും വിചാരിക്കുന്നത്, ഞാൻ അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങി വരേണ്ടതായിരുന്നു, എങ്കിലും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ച്, ഞാനിപ്പോൾ തിരിച്ച് കയറി പോകണോ എന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. നമ്മളുടെ ഹാങ് ആണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും യൂനു ഇല്ല. അപ്പോൾ അവൾ വിചാരിക്കും എന്നാലും അവനിപ്പോൾ എവിടോട്ടാണ് ഓടിപ്പോയത്, അവനിത് എന്തോ പറ്റിയെന്ന്. എന്നിട്ട് അവൾ സ്വന്തമായിട്ട് സമാധാനിക്കും ഒരു പക്ഷേ അവന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോള് വന്ന് കാണും, അതുകൊണ്ടായിരിക്കും അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയത്, എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹാങ് ആണെങ്കിൽ വാച്ച് നോക്കി ഇങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂനുവിന് എന്ത് വേണമെന്ന് അറിയത്തില്ല. അവനാണെങ്കിൽ വിചാരിക്കും എന്തായിരുന്നാലും ഞാൻ പുറത്തിറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ഞാൻ അകത്ത് ചെന്നിട്ട് എന്ത് കള്ളം പറയാനാ, എനിക്കൊരിക്കലും അവളുടെ മുമ്പിൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണെന്നും പറഞ്ഞ് നമ്മുടെ യൂനു ആണെങ്കിൽ നേരെ അവൻ്റെ അച്ഛൻ്റെയൊക്കെ കടയില്ലേ അവിടെയായിട്ട് വരും. അവിടെയാണെങ്കിൽ അവൻ്റെ ബ്രദറും ഉണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കും നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് ചെയ്യും, അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവൻ്റെ ചേട്ടൻ ചോദിക്കും നിന്നെ എന്താ അവൾ റൂമിൽ നിന്ന് പുറത്താക്കിയോ? അപ്പോൾ നമ്മുടെ യൂനു പറയും അവൾ പുറത്താക്കിയിട്ടൊന്നുമല്ല, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവനെ വെയിറ്റ് ചെയ്ത് ഒരു പരുവായിരുന്നു, അതായത് 3/4 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ യൂനുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു മീറ്റിംഗ് തന്നെ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ അമ്മ അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും അല്ല നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം, ആരോടും ഒരു കാരണവശാലും നമ്മുടെ ഹാങ്ങിൻ്റെയും യൂനുവിൻ്റെയും ഡിവോഴ്സിനെ പറ്റി സംസാരിക്കരുത്, അവരിപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂനുവിൻ്റെ ചേട്ടനും ചേച്ചിയും ആരുടെ പറഞ്ഞിട്ടില്ല. എന്നാൽ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഒരുമാതിരി ഇരുന്ന് പതറും. അപ്പോൾ നമ്മളുടെ യൂനുവിൻ്റെ അമ്മ ഇയാളെ കിടന്ന് വഴക്ക് പറയും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ ആരെടുത്താ ഈ പറഞ്ഞേ എന്ന്. അപ്പോൾ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ പറയും അത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടാ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, അവൻ ആരോടും പറയത്തില്ല എന്ന് പറയും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നേ നീയാണെങ്കിൽ എൻ്റെ കൊച്ചുങ്ങളുടെ ഡിവോഴ്സിൻ്റെ കാര്യം ആരുടെത്തേലും പറഞ്ഞോ എന്ന്. അപ്പോൾ അയാൾ പറയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അയാൾ പറയും നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ അമ്മയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, അമ്മ ആരോടും പറയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് മറവി രോഗമുണ്ട്. ഇവരാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ അച്ഛനെ കാണുന്നേം പറയും നിങ്ങൾ എന്തായിരുന്നാലും എത്തിയോ, ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ അവരുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
സൈനിങ് ഓഫ് MDC.